അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ വഴിയെ വരുന്ന വീഡിയോസിലൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു പ്രീ ട്രാവൽ പ്രിപ്പറേഷൻസ് കൊണ്ടാണ്. ഒരു ട്രാവലിലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാറ്, ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഒന്നെങ്കിൽ ഒരു ബുക്കിൽ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫോണിൽ നോട്ട്സ് എന്നുള്ള ആപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പം ഞാൻ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനങ്ങൾ. കാരണം നോട്ട് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഓരോ കാര്യങ്ങളൊക്കെ മറന്നു പോകും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഓരോ സാധനങ്ങൾ ഓർമ്മ വരുമ്പം അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറാട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം കേട്ടോ ചെയ്യുക. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ഒരു റോഡ് ട്രിപ്പാണ്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് റോഡ് ട്രിപ്പാണ്. ഒരു 12 ഹവേഴ്സോളം നമുക്ക് കാറിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് കുട്ടികളൊക്കെ എൻഗേജ്ഡ് ആക്കി ഇരുത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പം ഇപ്പം ഞാൻ മോൾക്കുള്ള ഒരു 1-2 കാര്യങ്ങൾ വാങ്ങിക്കാനാണ്. അപ്പം ഇങ്ങനത്തെ നമുക്കിങ്ങനെ ഇങ്ങനെ ബോട്ടിൽസിൽ ഫുഡ് കിട്ടും. അപ്പം ഇതിലിങ്ങനെ പാസ്തയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്കിങ്ങനെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇത് ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. കാരണം നമ്മളൊരു 12 ഹവേഴ്സോളൊക്കെ കാറിലിരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, നമുക്ക് മക്കൾക്ക് ഫുഡ് കിട്ടുമെന്നോ ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3-4 ബോട്ടിൽസ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതാകുമ്പോൾ നമുക്ക് വഴിയിൽ നിന്നൊക്കെ അവർക്ക് കൊടുക്കാമല്ലോ. കാരണം ഒന്നാമത് അങ്ങനത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനത്തെ ഫുഡാണ് കിട്ടുക എന്നൊക്കെ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് വെള്ളം, ടിഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കും തന്നെ കുറേ ഇങ്ങനെ ലോങ് പോകുമ്പോൾ നമുക്കും ബോറടിയൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ നമുക്കും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതും വാങ്ങിക്കുന്നുണ്ട്. ഇതാ ഓൾമോസ്റ്റ് നമ്മളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ തീർന്നു പോയതുണ്ടെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം ഓർഡർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോളുടെ ഡയപ്പറും അതേമാതിരിയുള്ള വെറ്റ് വൈപ്സും കാര്യങ്ങളൊക്കെ തീർന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ട്രാവൽ ആകുമ്പോൾ നമുക്കത് കുറച്ച് എക്സ്ട്രാ തന്നെ നമ്മൾ ക്യാരി ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുന്നേ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നെങ്കിൽ നമുക്ക് കിട്ടണമല്ലോ, അപ്പോഴല്ലേ നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതെല്ലാം മുന്നേ ചെയ്ത് വെക്കണം. പിന്നെ ചെയ്യാറുള്ളത്, നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതോ ആ സ്ഥലത്തിനെ കുറിച്ചൊന്ന് ഒരു ഐഡിയ ഞാൻ എടുത്തു വെക്കാറുണ്ട്. അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലം, അതിനെക്കുറിച്ചൊക്കെ. കാരണം നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പോകരുത്. നമ്മൾ എവിടെയൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന്, എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ വേണമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുക. പിന്നെ അതേമാതിരി നമുക്കിപ്പം ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണല്ലോ. നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റും. ഇങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ആയി അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും.
പിന്നെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദിവസത്തേക്കാണോ ട്രിപ്പ് പോകുന്നത് അത്രയും ദിവസത്തേക്കുള്ള ഡ്രസ്സ് തന്നെ ഞാൻ കരുതാറുണ്ട്. പോരാത്തതിന് ഒരു 1-2 ഡ്രസ്സ് എക്സ്ട്രായും വെക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഇനി 1-2 ദിവസം എക്സ്ട്രാ നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ 1-2 ഡ്രസ്സ് എക്സ്ട്രാ വെക്കാറുണ്ട്. പിന്നെ മോളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം തന്നെ എക്സ്ട്രാ ഡ്രസ്സ് വെക്കാറുണ്ട് കേട്ടോ. അപ്പം കുട്ടികളുടെ കാര്യം പിന്നെ നമുക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഡ്രസ്സിലാവുക അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ദിവസം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 12 അവേഴ്സോളം ലോങ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. പിന്നെ ചെയ്യാറുള്ളത്, നമ്മൾ കുറച്ച് ലോങ് ആയിട്ട് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഫ്രിഡ്ജിൽ എന്തായാലും കുറച്ച് ഫുഡൊക്കെ ബാക്കിയിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ മാക്സിമം കഴിച്ച് തീർക്കാൻ നോക്കും. കാരണം ആ ഒരു 4-5 ദിവസം നമ്മളില്ലാതിരിക്കുമ്പോൾ കേട് വരുന്നു പോകുന്ന സാധനങ്ങളൊക്കെ ഞാൻ മാക്സിമം യൂസ് ചെയ്ത് തീർക്കാറുണ്ട് ആ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ കുറച്ച് ദോശമാവും പിന്നെ ചിക്കൻ കറിയും ഒക്കെ ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കുക കേട്ടോ ഞാൻ. അപ്പോൾ അത് തലേന്ന് രാത്രിയോ ഉച്ചക്കായിട്ടൊക്കെ അത് തീർക്കും. കാരണം തലേന്ന് ഞാൻ അധികം കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പ്ലാൻ ആക്കിയാൽ തന്നെ നമ്മളധികം സാധനങ്ങളൊന്നും വാങ്ങിക്കില്ല, ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം പച്ചക്കറികളൊക്കെ ആയാലൊക്കെ വേഗം കേട് വന്ന് പോകുമല്ലോ. അപ്പം ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലും പിന്നെ ഉള്ള ഫുഡൊക്കെ തീർക്കലുമാണ് കേട്ടോ മെയിൻ. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ എസ്പെഷ്യലി കുട്ടികളെയും കൊണ്ടൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പം ഞാൻ എടുക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ എവിടെ പോവുകയാണെങ്കിലും കുറച്ച് ഒരു കഞ്ഞിൻ്റെ അരി ഞാൻ എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്. അത് ഇൻ കേസ് അവൾക്ക് അവിടുത്തെ ഫുഡോ എന്തെങ്കിലുമൊക്കെ പറ്റാതിരിക്കുകയാണെങ്കിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഞ്ഞിൻ്റെ അരി ഞാൻ എന്തായാലും കയ്യിൽ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലെക്സും എടുക്കുന്നുണ്ട്. ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സും എടുക്കുന്നുണ്ട്. ഇത് അവൾ പാലിൻ്റെ കൂടെ അല്ലെങ്കിലും വെറുതെ അങ്ങനെ കഴിക്കാനും അവൾക്ക് ഇഷ്ടം കേട്ടോ. അപ്പം അത് രണ്ടും ഞാനൊന്ന് കരുതി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് യൂസൊന്നും വന്നിട്ടില്ല, എന്നാലും ഞാനൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കരുതി വെക്കാറുണ്ട്. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെ ലിസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുക. ഓരോരുത്തർക്കും കറക്റ്റ് അവരുടേതായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓരോരുത്തരുടെയും സെപ്പറേറ്റ് വെക്കുന്നത് തന്നെയാണ് ബെസ്റ്റ്. എന്നാൽ ഒരാളത് അങ്ങനെ ഷഫിളായിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഓരോരുത്തർക്കും ഓരോരോ രീതികളായിരിക്കും. അപ്പം ഞാനെങ്ങനെയാണ് ഒരു ട്രാവലിൻ്റെ മുന്നേ പ്രിപ്പയർ ചെയ്യാറ് അതാട്ടോ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.